നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPI നേതാവ് KK ശിവരാമനെ LDF ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കി. ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായങ്ങൾ KK ശിവരാമൻ നടത്തിയെന്നും വിലയിരുത്തൽ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ചത് വാർത്താസമ്മേളനം വിളിച്ച്. രാജി കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ തിങ്കളാഴ്ച ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്ത്. ഇതോടെ കൈവശാവകാശ രേഖ ഉള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കാൻ ഒരുങ്ങി നഗരസഭ. കിലോയ്ക്ക് 1000-ന് മുകളിൽ നിന്ന് ഉണക്ക കൊക്കോ വില 300-ലേക്ക് കുപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ചക്കൊക്കോയ്ക്ക് വില 70 മുതൽ 75 രൂപ വരെയായി. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില കുത്തനെ കുപ്പുകുത്തിയത് ഏതാനും മാസങ്ങൾക്കിടയിൽ. വിശദമായ വാർത്തകൾ. CPI നേതാവ് KK ശിവരാമനെ LDF ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കി. ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു. മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായങ്ങൾ KK ശിവരാമൻ നടത്തിയെന്നാണ് വിലയിരുത്തൽ. ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു. കടുത്ത CPM വിരുദ്ധ അഭിപ്രായങ്ങൾ മുന്നണിക്ക് ദോഷം ചെയ്തെന്ന് കാട്ടി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് LDF സംസ്ഥാന കൺവീനർ EP ജയരാജന് പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം ബിനോയ് വിശ്വത്തോട് കടുത്ത നീരസം ജയരാജൻ പ്രകടിപ്പിച്ചതായാണ് വിവരം. കൂടാതെ ഇടുക്കിയിലെ മദ്യവ്യവസായി അനിമോന്റെ ബാർക്കോഴ ആരോപണത്തിൽ പൊടുന്നനെയുള്ള KK ശിവരാമന്റെ പ്രതികരണമാണ് സ്ഥാനചലനത്തിന് കാരണമെന്നും കരുതുന്നു. LDF ജില്ലാ കൺവീനർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള ഈ വിഷയത്തിലെ പ്രതികരണത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് നേരിട്ട് ബിനോയ് വിശ്വത്തോട് കാര്യങ്ങൾ തിരക്കിയിരുന്നു. എന്നാൽ പാർട്ടിക്ക് ജില്ലാ കൺവീനർ സ്ഥാനമുള്ള 3 ജില്ലകളിലും അതാത് ജില്ലാ സെക്രട്ടറിമാർ തന്നെ കൺവീനറായാൽ മതിയെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് നടപടിയെന്നാണ് CPIയുടെ വിശദീകരണം. ശിവരാമന് പകരം CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാറിനായിരിക്കും LDF ജില്ലാ കൺവീനറുടെ ചുമതല. അതേസമയം തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് KK ശിവരാമൻ പ്രതികരിച്ചു. LDF കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആയിരിക്കണമെന്ന തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയതെന്നും ശിവരാമൻ പറഞ്ഞു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. വാർത്താസമ്മേളനം വിളിച്ചാണ് രാജി പ്രഖ്യാപിച്ചത്. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ തിങ്കളാഴ്ച ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. LDF അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിന്തുണച്ച മുന്നണി തന്നെ അവിശ്വാസവുമായി വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിപക്ഷ കൗൺസിലർമാർ പിന്തുണ നൽകുകയും ചെയ്യുന്നതിനാലാണ് രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു. ചെയർമാനെ താഴെ ഇറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു. അതിന് പിന്തുണ കൊടുക്കുന്ന മറ്റു മുന്നണികളും പരസ്യമായി പിന്തുണ കൊടുക്കുമെന്ന് സമര പരിപാടിയിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസത്തിലൂടെ പുറത്തിറങ്ങുന്നത് എൻ്റെ സഹപ്രവർത്തകരായ LDFിലും അതുപോലെ തന്നെ BJPയിലും അതേപോലെ UDFിൻ്റെ ഭാഗത്തുനിന്നുള്ള കൗൺസിലേഴ്സ് അത് അവരെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നൊരു പ്രശ്നമാണ്. രാഷ്ട്രീയമായി പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് കൗൺസിലർമാർക്ക് സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായൊരു ബന്ധം വെച്ച് എന്നെ സഹായിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് പിന്തുണ നൽകുവാനോ എൻ്റെ സഹപ്രവർത്തകർക്ക് സാധിക്കും. ആയതിനാൽ ചെയർമാൻ സ്വമേധയാ രാജിവെച്ച് പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇക്കാലം അത്രയും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ചെയർമാനെ പരസ്യമായി തള്ളിപ്പറയേണ്ട ഒരു നിലപാടിലേക്ക് ഞങ്ങളെത്തും. അത് ഞങ്ങളെ കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടിന് ഇടയാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ എന്ന ഞാൻ കഴിഞ്ഞ 1.5 വർഷക്കാലം തൊടുപുഴ നഗരസഭയുടെ അധ്യക്ഷനായി തുടരുകയും ഈ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണക്കാരനായി കടന്നു വന്ന ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ വളരെ സത്യസന്ധമായി ചെയ്തു എന്ന യാഥാർത്ഥ്യ ബോധ്യം ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുവാനുള്ള ഇടയായത്. അഴിമതി കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല.
ഇക്കാര്യം വിജിലൻസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയെയും സത്യാവസ്ഥ ധരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും സനീഷ് ജോർജ് പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാന്റെ കസേരയിൽ സംസാരിച്ചപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനാണ് ഇതിന് വലിയൊരു സമരപരിപാടികളൊക്കെ മുന്നോട്ട് പോയത്. അത് ഞാൻ വിജിലൻസിൻ്റെ അടുത്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി സാഹചര്യം വരുന്നതുകൊണ്ടാണ് രാജിയിലേക്ക് കടക്കുന്നത്. 3.5 വർഷക്കാലത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചതായും സനീഷ് ജോർജ് വ്യക്തമാക്കി. ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്ത്. ഇതോടെ കൈവശാവകാശ രേഖയുള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ. യാതൊരു രേഖകളുമില്ലാതെ കട്ടപ്പന ടൗണിൽ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഉയരുന്നത്. അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമാകുമ്പോഴും കയറിക്കിടക്കാൻ ഒരു കിടപ്പാടത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നിർധന കുടുംബങ്ങൾ. ഏലപ്പട്ടയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്. കൈവശാവകാശ രേഖ ഉൾപ്പെടെ ഉണ്ടെങ്കിലും വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. എല്ലാ എഗ്രിമെന്റ് വെക്കാനായിട്ട് ബാക്കി എല്ലാം റെഡിയായി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് പ്ലാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എഗ്രിമെന്റ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല, ഏലപ്പട്ടയം ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് അനുവദിച്ച് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും മാറ്റം വന്ന് ഞങ്ങൾക്കാകെ 5 സെന്റ് 4 സെന്റൊക്കെ സ്ഥലമുള്ളവരാണ്. അതിനകത്ത് ഒരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത്. ഇത് പക്ഷേ ഇവിടുന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ആരെയാ കാണേണ്ടത്? ഞങ്ങള് വീട് മൊത്തം ചൂടുകട്ട വെച്ച് പോയതാണ്. അത് മൊത്തം ഒരു സൈഡായിട്ട് ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇടിഞ്ഞു പോയ 3 കുഞ്ഞു പിള്ളേരുണ്ട്, വയ്യാത്തൊരമ്മയുണ്ട്. ഞങ്ങളെവരെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കട്ടപ്പന മേട്ടുക്കുഴി സ്വദേശി ഭൂപതി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. എന്നാൽ ഏലപ്പട്ടയ ഭൂമിയായതിനാൽ ഭൂപതി ഭവന പദ്ധതിക്ക് പുറത്തായി. ഇപ്പോൾ വാസയോഗ്യമായ ഒരു വീടിനായി നഗരസഭാ ഓഫീസ് കയറിയിറങ്ങുകയാണെന്ന് ഭൂപതി പറയുന്നു. 5 സെന്റേ ഉള്ളൂ. അത് വീട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഏലപ്പട്ടയ എന്നുള്ളത് അറിഞ്ഞില്ല. എല്ലാവരും ഒത്തിരി വീടുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് ഏലപ്പട്ടയ എന്നുള്ളത് അറിഞ്ഞില്ല. മേടിച്ച് കഴിഞ്ഞ് ഇവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ വീട് വെക്കത്തില്ല, ഏലപ്പട്ടയ എന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി തരുന്നത്. അതെന്തേലും ഒഴിവാക്കിയൊന്നും വീട് വെക്കാൻ വേറെ സ്ഥലമില്ല. ഭൂപതിയെപ്പോലെ നിരവധി ആളുകളാണ് ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്തായത്. നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ വീടെന്ന സ്വപ്നം തകരും. ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ഈ ഏലപ്പട്ടയമുള്ളവർക്ക് ഇന്ന് സർക്കാരിൽ നിന്ന് വീട് കൊടുക്കാനുള്ള അനുമതി കൊടുക്കുന്നില്ല ഏലപ്പട്ടയത്തിൽ. ഇപ്പം മേട്ടുകുഴി 23-ാം വാർഡിൽ ദൊരരാജും ഭൂപതി എന്ന് പറയുന്ന 2 പേര്, അവർക്ക് ഏലപ്പട്ടയമായതുകൊണ്ട് അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല. കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ അവർക്ക് വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിച്ചില്ല. ഇവരെല്ലാം 5 സെന്റ് താഴെ മാത്രം ഭൂമിയുള്ളവരാണ്. അപ്പോൾ ഈ ദൊരരാജന്റെ വീടെന്ന് പറയുന്ന ഏത് സമയവും നിലമ്പൊത്തുന്ന അവസ്ഥയിലാക്കി. ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ഡയറക്റ്റായി ചെന്ന് പറഞ്ഞാൽ അവർ ഒരു കാരണവശാലും കൈവശരേഖ തരത്തില്ല. അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ, അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, കൗൺസിൽ തീരുമാനം മറ്റോ എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടറെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള സംഘം റെഡിയാണ്. ഇനി അതല്ല ഗവൺമെന്റിൽ കൊടുത്താൽ പ്രത്യേക അനുമതി റവന്യൂ വകുപ്പിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ കൊടുത്തിട്ട് ഒരു അനുമതി മേടിക്കണം എന്ന സാഹചര്യമുണ്ടെങ്കിൽ കളക്ടറുമായി സംസാരിച്ചതിന് ശേഷം കളക്ടറുടെ പരിധിയിലല്ലാതെ നിൽക്കുന്ന ഗവൺമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനം എടുത്ത് തന്നെ ഗവൺമെന്റ് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയർപേഴ്സൺ ഞങ്ങൾ ആലോചിക്കുന്നത്. അധികൃതരുടെ ഇടപെടൽ വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ. കിലോയ്ക്ക് 1000-ന് മുകളിൽ നിന്ന ഉണക്ക കൊക്കോ വില 300-ലേക്ക് കൂപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ചക്കൊക്കോയ്ക്ക് വില ഇപ്പോൾ 70 മുതൽ 75 രൂപ വരെയാണ്. സർവകാല റെക്കോർഡിട്ട കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത്. ഹൈറേഞ്ചിലെ കൊക്കോ കർഷകരെ ഞെട്ടിച്ചായിരുന്നു കൊക്കോ വില കുതിച്ചു കയറിയത്. 1000-ന് മുകളിലേക്ക് വില ഉയർന്നതോടെ കർഷകർ അമ്പരന്നു.
എന്നാൽ 1050 വരെ എത്തിയ ഉണക്ക കൊക്കോയുടെ വില ഇപ്പോൾ 300ലേക്ക് കൂപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ച കൊക്കോയ്ക്ക് വില ഇപ്പോൾ 70 മുതൽ 75 രൂപ വരെയാണ്. സർവകാല റെക്കോർഡിട്ട കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത്. റെക്കോർഡ് വിലയിൽ വളരെ പെട്ടെന്ന് ഇടിവുണ്ടായത് കർഷകരിൽ നിരാശ നൽകുന്നുണ്ട്. എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കൊക്കോയുടെ ഉൽപാദനത്തിലും ഇടിവ് സംഭവിച്ചു. കായ്കൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളതാണ് പ്രതിസന്ധി. ഉൽപാദനക്കുറവായിരുന്നു കൊക്കോയുടെ വില സർവകാല റെക്കോർഡിലെത്തിച്ചത്. രോഗബാധയും വിലയിടിവും മൂലം കർഷകർ പലരും കൊക്കോ കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. വിലയിൽ വർധനവുണ്ടാകുമെന്ന് കരുതി ഉണങ്ങിയ കൊക്കോ പരിപ്പ് സംഭരിച്ചു വച്ച കർഷകരെല്ലാം വിലയിടിഞ്ഞതോടെ ഉൽപ്പന്നം പൂർണ്ണമായി വിറ്റഴിച്ചു കഴിഞ്ഞു. ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ നടപടി ജില്ലാ ഭരണകൂടം പരിശോധിച്ച് പിൻവലിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം നടപടികൾ ജില്ലയുടെ വികസന സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും എം പി പറഞ്ഞു. നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ നിജസ്ഥിതി യോഗം ചർച്ച ചെയ്തു. പോഷ് നിയമത്തിന്റെ ഭാഗമായി ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച പോഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് യോഗം നിർദ്ദേശിച്ചു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ കോമാളി നഗറിലെ കമ്മ്യൂണിറ്റി റെസിലയൻസ് റിസോർട്ട് സെന്ററിന് കെട്ടിടം വിട്ടു നൽകാനും യോഗം തീരുമാനിച്ചു. ജില്ലയിൽ 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ നടപടി ജില്ലാ ഭരണകൂടം പരിശോധിച്ച് പിൻവലിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരം നടപടികൾ ജില്ലയുടെ വികസന സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും എം പി പറഞ്ഞു. കൂടാതെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജില്ലയിൽ നടപ്പാക്കേണ്ട പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് എ രാജ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയുടെ കളക്ടറായി ചുമതലയേറ്റ വി വിഘ്നേശ്വരിയുടെ ആദ്യ ജില്ലാ വികസന സമിതി യോഗമാണ് നടന്നത്. വട്ടവട മാതൃകാ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള ഭവന നിർമ്മാണ പുനർപ്രവൃത്തികൾക്കുള്ള നടപടികൾ പഞ്ചായത്ത് അടിയന്തരമായി തിട്ടപ്പെടുത്തി അറിയിക്കാനും യോഗം നിർദ്ദേശിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മുതൽ മഞ്ചുമല വില്ലേജ് ഓഫീസ് വരെ ദേശീയപാതയുടെ ഇരുഭാഗത്തും വൈദ്യുതി പോസ്റ്റുകൾ ഇട്ടതിനാലുള്ള കാൽനട യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന വാഴൂർ സോമൻ MLAയുടെ പരാതിയിൽ നിജസ്ഥിതി സംബന്ധിച്ച ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ, VM ജയകൃഷ്ണൻ, ADM B ജ്യോതി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷ മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. മൂവാറ്റുപുഴ സ്വദേശി മടക്കത്താനം ലിബിൻ ബെന്നി, നെടുമ്പാശ്ശേരി സ്വദേശി വാഴപ്പള്ളി VB ബാബു എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. പാറക്കടവ് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് ഇവർ മോഷ്ടിച്ച് കടത്തിയത്. കട്ടപ്പനയിലെ ഹോട്ടൽ നടത്തിപ്പുകാരനായ കലയംകുന്നേൽ ഷാജുവിന്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത്. വ്യാഴാഴ്ചയാണ് വാഹന മോഷണം പോയത്. തുടർന്ന് സമീപത്തെ CCTV പരിശോധിച്ചപ്പോഴാണ് 2 പേർ ഓട്ടോറിക്ഷയുടെ സമീപത്ത് കറങ്ങി നടന്ന ശേഷം വാഹനം പുളിയന്മല ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടുപോയതായി അറിയുന്നതെന്ന് വാഹന ഉടമയായ സാജു പറയുന്നു. വൈകുന്നേരം ഞാൻ വീണ്ടും മാർക്കറ്റിൽ സാധനം എടുക്കാൻ വേണ്ടി 3:30 കഞ്ഞിയുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് 3:30 മാർക്കറ്റിൽ സാധനം വിളിച്ച് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ വണ്ടി അവിടെ കാണുന്നില്ല. അപ്പം പിന്നെ ഞാനന്നേരം തന്നെ പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് അവിടെ CCTV നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു കഴിഞ്ഞ വണ്ടി പിന്നെ സ്റ്റാർട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ കാണുന്നത്. പിന്നെ അന്നേരം തന്നെ പോലീസ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അന്നേരം വന്നു. സുഹൃത്തുക്കളെല്ലാം വന്ന് അന്നേരം മീഡിയയിൽ അന്നേരം നമ്മൾ പിന്നെ പോലീസ് കേസ് സ്റ്റേഷൻ വിളിച്ച് അന്നേരം തന്നെ പോലീസുകാർ വന്നു. പിന്നെ ഞങ്ങൾ പോയി പുളിയന്മല റൂട്ടൊക്കെ പോയി കുറച്ച് പോലീസുമായിട്ട് കുറച്ച് പോയി CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ 24 മണിക്കൂർ മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി പോലീസ് പിടിച്ചു തന്നു. തുടർന്ന് ഇവർ കമ്പത്ത് ഓട്ടോറിക്ഷ വിൽപ്പന നടത്തിയ ശേഷം തിരികെ കട്ടപ്പനയിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. പ്രതികളിൽ ഒരാളായ ലിബിൻ 2024 ഇടുക്കിയിൽ നടത്തിയ വാഹന മോഷണ കേസിൽ പിടിയിലായിരുന്നു. കട്ടപ്പന പ്രിൻസിപ്പൽ SI എബി ജോർജ്, SI ഡിജു, ASI സുബൈർ, CPOമാരായ ആൽബേഷ്, കാമരാജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. തെളിവെടുപ്പിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കട്ടപ്പനയിൽ മോഷണ ശ്രമങ്ങൾ വ്യാപകമാകുന്നു. വെള്ളിയാഴ്ച രാത്രിയിൽ കട്ടപ്പന ITA ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിൽ മോഷണ ശ്രമം നടന്നു. കെട്ടിട ഉടമസ്ഥൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ രാത്രി 12:30യോടെയാണ് കട്ടപ്പന ITI ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ മോഷണ ശ്രമം നടന്നത്. 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസിൽ രാത്രിയിൽ പതിവില്ലാതെ ശബ്ദം കേട്ടതോടെ താഴത്തെ നിലയിലുള്ള താമസക്കാർ കെട്ടിട ഉടമയെ വിവരമറിയിച്ചു. കെട്ടിട ഉടമ പോലീസിനെ അറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും മോഷ്ടാവ് സ്ഥലത്തു നിന്ന് കടന്നുകളയുകയുമായിരുന്നു. നമ്മുടെ ഇത് തമിഴ്നാട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു
പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനമാണ്, മൈക്രോ ഫിനാൻസ് ആണ്. ഇവിടെ ഇന്നലെ രാത്രി ഒരു 12:30 മോഷണശ്രമം നടന്നിരുന്നു. അപ്പോൾ താഴെ താമസക്കാരുണ്ട്. അവർ പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വന്ന് പ്രതിയെ കണ്ടപ്പോൾ തന്നെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സേഫ് എടുത്തുകൊണ്ട് പോകാനാണ് ശ്രമിച്ചത്. അവർ സേഫ് ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 1 ലക്ഷം രൂപയോളം ഓഫീസിലുണ്ടായിരുന്നു. ഇത് സൂക്ഷിച്ചിരുന്ന ലോക്കർ ഉൾപ്പെടെയാണ് മോഷ്ടാവ് അപഹരിക്കാൻ ശ്രമിച്ചത്. ലോക്കർ എടുത്തുകൊണ്ട് പോകുന്നതിനിടെയാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. ഇതോടെ മോഷ്ടാവ് സമീപത്തുള്ള മതിൽ ചാടി കടന്നു കളഞ്ഞു. പ്രദേശവാസികളും പോലീസും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു വീട് തകർത്തു. ചിന്നക്കനാൽ സിംഗുകണ്ടം സ്വദേശി അമുദ സുരേഷിന്റെ വീടാണ് തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. ഈ സമയം വീട്ടിൽ അമുദയും ഇളയ മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഷീറ്റ് മറച്ച താൽക്കാലിക വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീട്ടിലുണ്ടായിരുന്ന അരിയും ആന ഭക്ഷിച്ചതായി അമുദ പറയുന്നു. வாடகைக்கு இருக்கும்போது நைட்டு யானை வந்ததும் எங்களுக்கு தெரியாது. எங்கள் வீட்டு ஃபஸ்ட்டு நாங்கள் படுத்துருக்க அந்த கட்டில் சைடில் வந்து தான் ஒரு குத்துச்சு. அப்போவே நாங்கள் வேகமாக எந்திரிச்சு பாப்பாவையும் எந்திரிக்க சொன்னோம். எந்திரிச்சிட்டு பின்னாடி ஒரு வழி இருந்துச்சு, அந்த வழி நாங்கள் ஓடிட்டோம். ஓடி அங்கே பக்கத்தில் ஒரு வீடு சிட் அவுட் இருக்குது, அங்கே போய் நின்றுட்டோம். இங்கிட்டு வந்துட்டு நாங்கள் சாப்பாடு ஆக்கி வச்சுருந்தது அரிசி எல்லாம் எடுத்து இழுத்து தின்னுட்டு ஒரு சவுண்டு விட்டுட்டு விட்டுருச்சு. நாங்களும் லைஃப் திட்டத்தில் லோனுக்கு அபேஸை வச்சுருந்தோம். எங்களுக்கு இது வரைக்கும் கிடைக்கல. ஆனால் லிஸ்ட்டில் பேர் வந்திருக்கு. இந்த மாதிரி இந்த வீட்டு ஓனரும் அவங்களுக்கும் வீடு இல்லாமல் தான் இந்த செட்டு போட்டிருந்தாங்க. அவங்களும் இப்போ வந்து வேலை சூழ்நிலை அமையாதனால அவங்க வந்து இப்போ வேறு வெளியில் வேலை செஞ்சுட்டு இருக்காங்க. நாங்கள் வந்து இதில் வாடகைக்கு இருக்கோம். ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ആഴ്ച സമീപ മേഖലയായ ചെമ്പകത്തൊഴുക്കുടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ PMAY ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു. യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ PMAY ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ യോഗമാണ് കട്ടപ്പനയിൽ ചേർന്നത്. യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ PMAY ഭവന പദ്ധതിയിൽ 1534 വീടുകൾ അനുവദിക്കപ്പെട്ടതിൽ 1277 വീടുകൾ എഗ്രിമെന്റ് വയ്ക്കുകയും 1044 വീടുകൾ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന 116 വീടുകളുടെ നിർമ്മാണം 2 മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുവാനും പട്ടയം, ഏലപ്പട്ടയം, കൈവശരേഖ വിഷയങ്ങൾ മൂലം എഗ്രിമെന്റ് വയ്ക്കാൻ സാധിക്കാത്തവ പരിഹരിച്ച ഈ വർഷം ഡിസംബർ 31 മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുമാണ് നഗരസഭയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. PMAYയുടെ ഗുണഭോക്താക്കളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദാലത്ത് ആയിട്ട് നടത്തിയതാണ്. അപ്പോൾ അതിനകത്ത് 1534 വീടുകളാണ് ആകെ പണിതിട്ടുള്ളത്. പണിതതിനകത്ത് ഇനി പണിയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഘട്ടഘട്ടമായിട്ട് പണി നടക്കുന്നതിനാൽ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നമ്മൾ അദാലത്ത് വെക്കുകയും ഇത് എത്രയും പെട്ടെന്ന്, അതായത് ഡിസംബർ 31-നകം പണിത് തീർക്കണമെന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പണിത് തീർക്കണം എന്ന് അറിയിക്കാനാണ് ഇന്നിവിടെ നമ്മൾ വിളിച്ചു കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ഓഡിറ്റിലും സംവിധാനങ്ങളിലും ഇവരുടെ പേരിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ കുറിപ്പ് കിടക്കുകയാണ്. ഇത് ഈ PMAY സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ ഡെമോക്രസിന്റെ വാള് പോലെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നിൽക്കുക. അപ്പോൾ ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇത് റവന്യൂ റിക്കവറി നടത്തി ഇത് ആളുകളിൽ നിന്ന് മേടിക്കണം. പക്ഷെ നമുക്കറിയാം ഇത് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതിൽ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ഇല്ല. മറ്റു നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഈ വീട് പണിയുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി, ജോയി ആനിത്തോട്ടം, സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു, ഷിജി തങ്കച്ചൻ, ബെന്നി കുര്യൻ, തങ്കച്ചൻ പുരയിടം, PMAY കോർഡിനേറ്റർമാരായ ജെസി ജേക്കബ്, ടിനിത ടി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായുള്ള ഏകദിന ശില്പശാല പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ശില്പശാല ഉദ്ഘാടനം ചെയ്തു.
പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെയുള്ള കർശന നടപടികളുടെ ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കുക, മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ നോട്ടീസുകൾ വീടുകൾ തോറും വിതരണം ചെയ്യുക തുടങ്ങിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിനാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. CDS ചെയർപേഴ്സൺ S. പുനിത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അന്ന് ആദ്യത്തെ ഗവൺമെന്റിന്റെ ആ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ആദ്യത്തെ അജണ്ടയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാടും വീടും പരിസരവും നാടും എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി സ്റ്റേറ്റ് തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അയ്യപ്പദാസ്, സെക്രട്ടറി അശോക് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി MS സുനിൽ, ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ആതിര MS എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനത്ത് 20ാം സ്ഥാനത്ത് നിൽക്കുന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കട്ടപ്പന നഗരസഭാ ഓഫീസിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയ കാറിൽ മല്ലപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മഹേന്ദ്ര SUV ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കട്ടപ്പന നഗരസഭ മത്സ്യ മാർക്കറ്റിലെ സ്ലാബ് ഒടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി കാൽനട യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന പച്ചക്കറി ചന്തയിൽ നിന്നും പൊതു മാംസ സ്റ്റാൾ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമയ്ക്ക് ഇവിടെ വീണതിനെ തുടർന്ന് പരിക്കേറ്റിരുന്നു. ഈ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവർത്തനം ഇല്ലല്ലേ? രാത്രിയിൽ ഇവിടെ വെളിച്ചത്തിന്റെ കുറവ് മൂലം കുഴി രൂപപ്പെട്ടിരിക്കുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടില്ല. ഈ സാഹചര്യം മൂലം സമീപത്തെ സർക്കാർ ഓഫീസിൽ നിന്നും വെളിച്ചത്തിനായി ലൈറ്റിട്ടിരിക്കുകയാണ്. സ്ലാബ് മാറ്റി സ്ഥാപിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കൂടാതെ ഈ ഭാഗം മലമൂത്ര വിസർജന കേന്ദ്രമായും മാറിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഓഫീസും ഊർജിത കന്നുകാലി ഓഫീസും പ്രവർത്തിക്കുന്നതിന് സമീപമാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശം വാനോളമുയർത്തി ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ. പാരീസ് ഒളിമ്പിക്സിന്റെയും ഈ വർഷം നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന്റെയും ആവേശം നെഞ്ചിലേറ്റിയാണ് വിസ്മയ കാഴ്ചയൊരുക്കി വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ അണിനിരുന്നത്. പ്രത്യേകം നടത്തിയ അസംബ്ലിയിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കായിക ഇനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും വർണ്ണാഭമായ ഫ്ലാഷ് മോബും അരങ്ങേറി. ലോകമഹാത്ഭുതങ്ങളിലൊന്നായ ഈഫിൽ ടവർ കുട്ടികൾ നിർമ്മിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിൽ നടത്തിയ കായിക വിളംബരം കുട്ടികൾക്ക് നവ്യാനുഭവം പകർന്നു നൽകുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി MV, അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ, ഷേറ അനീഷ് തുടങ്ങിയവർ സന്ദേശങ്ങൾ നൽകി. പ്രിയപ്പെട്ട കുട്ടികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇപ്പോഴിവിടെ ആയിരിക്കുവാനായിട്ട്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും നേതൃത്വം നൽകിയ ജിറ്റോ സാറിനും അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അത് എപ്രകാരം ഏതൊക്കെ കായിക ഇനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളത് വളരെ മനോഹരമായിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഇന്നിവിടെ അവതരിപ്പിച്ചു. പരിപാടികൾക്ക് കായിക അധ്യാപകൻ ജിറ്റോ മാത്യു, ചിപ്പി ജോർജ്, ബിൻസ് ദേവസ്യ, അനൂപ് മത്തായി, രഞ്ജിത്ത് PJ എന്നിവർ നേതൃത്വം നൽകി. കായിക മാമാങ്കമായ പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അഖില കേരള മരിയൻ മാരത്തോൺ 2.0 സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നിരവധി കായിക പ്രതിഭകൾ മാരത്തോണിൽ പങ്കാളികളായി. കായിക മാമാങ്കമായ പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. 7 കിലോമീറ്റർ ദൂരമാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്.
രാജാക്കാട് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം രാജാക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി എൻ പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ സ്കൂളുകളിൽ നിന്നുമായി 100-ലധികം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. രാജാക്കാട് നിന്നും ആരംഭിച്ച മത്സരയോട്ടം അടിവാരം കൂടി മാങ്ങാത്തൊട്ടിയിൽ ടൗൺ പിന്നിട്ട് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിന്റെ കായിക താരം ക്രിസ്റ്റോ സിജു 1ാം സ്ഥാനം നേടി. കീരമ്പാറ സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ കൃഷ്ണപ്രസാദ്, SNV HSS NRCT സ്കൂളിലെ അഭിനന്ദ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വനിതാ വിഭാഗത്തിൽ NRCTയുടെ അനുഗ്രഹ, ആര്യനന്ദ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിന്റെ എവലീന ഷിൻഡോ 3ാം സ്ഥാനം നേടി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോബി ജോർജ് മാതാളിക്കുന്നേൽ, PTA പ്രസിഡന്റ് പോൾ പട്ടയാട്ടിൽ, സ്കൂൾ കായിക വിഭാഗം മേധാവി ബിനു ജോൺ, അധ്യാപകരായ മാർട്ടിൻ മാത്യു, ആൽബിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി. സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി രാജകുമാരി YMCA. ഈ മാസം 28-ാം തീയതി രാവിലെ 9:30 മുതൽ 2 മണി വരെ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കും YMCA രാജകുമാരിയും കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജും സംയുക്തമായിട്ടാണ് സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജൂലൈ 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 2 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. രാജകുമാരി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ദന്തപരിശോധനാ ക്യാമ്പിൽ ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ചികിത്സ ലഭ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. YMCA രാജകുമാരിയും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജും സംയുക്തമായി ഒരു ദന്തൽ പരിശോധനാ ക്യാമ്പ് രാജകുമാരി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി വായിലുണ്ടാകുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കണ്ടെത്താനും അതുപോലെ തന്നെ പല്ല് ക്ലീൻ ചെയ്യുക, ചെറിയ ഓടുകൾ അടയ്ക്കുക തുടങ്ങിയ സൗകര്യങ്ങളും ഈ ക്യാമ്പിൽ ലഭ്യമാണ്. തികച്ചും സൗജന്യമായാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നത്. ജൂലൈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ 1 മണി വരെയാണ് ക്യാമ്പിന്റെ സമയം. വായിലൂടെ പകരുന്ന ക്യാൻസർ, രോഗനിർണയം, പല്ലിലെ കറ നീക്കം ചെയ്യൽ, കേടുകൾ അടയ്ക്കൽ തുടങ്ങിയ ചികിത്സകൾ ലഭ്യമാണ്. മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്പ് സൊസൈറ്റിയുടെ പ്രവർത്തനം 10 വർഷങ്ങൾ പിന്നിടുന്നു. സൊസൈറ്റിയിലെ 2 അംഗങ്ങളുടെ വരുമാനത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ജോലി നൽകിയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 5ഓളം ഭവനരഹിതർക്ക് വീടുകൾ വച്ചു നൽകിയും ആദിവാസി മേഖലകളായ വള്ളക്കടവ്, സത്രം നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷകൾ ഒരുക്കിയുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം. സൊസൈറ്റി ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയേൽ, മോനി കാത്തിയ, ഫാം മാനേജർ സാമുവൽ, അഗ്രികൾച്ചർ മാനേജർ കണ്ണൻ എന്നിവരാണ് സൊസൈറ്റിയുടെ ചുമതലക്കാർ. നമ്പിക്കൈ ഫാം ഞങ്ങൾ ഇവിടെ 2013 വള്ളക്കടവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2013 ഒരു ഗ്രൂപ്പായിട്ട്, ഒരു യൂത്തായിട്ട് ഇവിടെ വന്നപ്പം ഇതൊരു ഒത്തിരി സാമൂഹ്യ സേവനങ്ങൾക്ക് ആവശ്യകരമായിട്ടൊരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം അതിൻ്റെ ഇതിൽ ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് സമയത്തും പിന്നെ ഫ്ലഡ് ആ സമയമാണ് നമ്മൾ ഒത്തിരി വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുവാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കാർഷിക വികസന വകുപ്പ് വഴി മഴമറ നിർമ്മാണവും അക്വാപോൺ കൃഷി സമന്വയവും ഇവിടെ അനുവദിച്ചിരുന്നു. ഈ സൈക്കിളിൽ കൂടെയാണ് നമ്മൾ വെജിറ്റബിൾ, ഇപ്പോൾ ഇത് കണ്ടോ, പുതിന ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു, ഇപ്പം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ടൊമാറ്റോസ്, സ്ട്രോബെറി ഇതൊക്കെ നമ്മളിവിടെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ, ഈ ഫിഷിൽ കിട്ടുന്ന വാട്ടർ അത് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോയിട്ട് ഇതിൽ നമുക്ക് നല്ല നൈട്രേറ്റ് കിട്ടുന്നുണ്ട്. ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡി അഡിക്ഷൻ ക്യാമ്പുകൾ, അവയർനെസ് ക്ലാസുകൾ, ട്യൂഷൻ എന്നിവയ്ക്ക് പുറമെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി ചെറിയ പാർക്കും ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ആതുര സേവനത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വള്ളക്കടവ് വഞ്ചിവയലിന് സമീപം ആശുപത്രി സ്ഥാപിക്കണമെന്നതാണ് ഇവരുടെ ലക്ഷ്യം.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി നാടിന് അഭിമാനമാവുകയാണ് കട്ടപ്പന സ്വദേശി പന്നാങ്കുഴിയിൽ ചിപ്പിമോൾ. നാടിന് അഭിമാനമാകുന്നതിനൊപ്പം പുതുതലമുറയ്ക്ക് പരിശ്രമം വിജയത്തിന്റെ ആധാരമെന്ന സന്ദേശവും നൽകുകയാണ് ഈ പ്രതിഭ. കഠിന പ്രയത്നത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന് തെളിയിക്കുകയാണ് കട്ടപ്പന സ്വദേശി ചിപ്പിമോൾ. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയാണ് ചിപ്പിമോൾ കട്ടപ്പനയുടെ അഭിമാനമാകുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെയും വെള്ളിയാങ്കുടി സെന്റ് ജെറോം സ്കൂളിലെയും പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. ബിടെക്കും എംടെക്കും കരസ്ഥമാക്കിയ ശേഷം PhD നേടണമെന്ന വാശിയും പ്രയത്നവുമാണ് ചിപ്പിയെ ഇവിടെ വരെ എത്തിച്ചത്. രണ്ടു വയസ്സുള്ള മകനെ നോക്കുന്നതിനൊപ്പം തന്നെയാണ് പഠനവും മുന്നോട്ട് കൊണ്ടുപോയത്. ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയും പഠന മികവിലേക്ക് നയിച്ചതായി ചിപ്പി പറയുന്നു. ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ. ഒരുപാട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം, അല്ലെങ്കിൽ അതിനുള്ള കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ ഒരു വിജയം അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ പേരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സർവോപരി ദൈവത്തിനൊക്കെ ഒത്തിരി നന്ദി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ 10 വരെ ഞാനിവിടെ സെൻറ്റ് ജോർജിലായിരുന്നു. സെൻറ്റ് ജോർജിൽ 5 വരെ പഠിച്ചു, പിന്നെ സെൻറ്റ് ജെറോംസിൽ 10 വരെ പഠിച്ചു. പിന്നെ +1 +2 ഒക്കെ ഞാൻ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലക്കോടത്തായിരുന്നു. അതിനുശേഷം എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. വീരമാൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ എൻ്റെ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിയുന്നത്. പിന്നെ MTech ഞാൻ പഠിച്ചത് RVS എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലായിരുന്നു ഞാൻ എൻ്റെ PG ചെയ്തത്. പിന്നെ എനിക്ക് PhD എന്ന് പറയുന്നത് ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസായ ഗിണ്ടി ക്യാമ്പസിൽ ചെന്നൈയിൽ ആണ് ഞാൻ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ PhD ഞാൻ ചെയ്തത്. എൻ്റെ ഗൈഡ് ഡോക്ടർ ഗ്രീഷ്മ മാഡമാണ്. അപ്പോൾ മാഡത്തിൻ്റെ കീഴിലാണ് ഞാൻ ഈ റിസർച്ച് എല്ലാം ഞാൻ ചെയ്തത്. ഉല്ലാസയാത്രകളിലും മറ്റും കണ്ട പഴയ ദേവാലയങ്ങളും നിർമ്മിതികളുമാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചിപ്പിയെ എത്തിച്ചത്. പഴയകാല നിർമ്മിതികളും അവയുടെ ഈടുനിൽപ്പും നിർമ്മാണ മികവുമെല്ലാം പഠനവിധേയമാക്കിയതായി ചിപ്പി പറയുന്നു. അപ്പോൾ അന്നേ ഞാൻ ആലോചിക്കുമായിരുന്നു, ദൈവമേ ഇതെങ്ങനെ ഇത്രയും ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നിക്സോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബിൽഡിങ് അല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടങ്ങളുണ്ട്. അതും ഇന്നും അതിൻ്റെ ഡ്യൂറബിലിറ്റിക്കകത്ത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇന്നും വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നു. ചില കെട്ടിടങ്ങളൊക്കെ 500, 1000, 2000 വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതെങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ്, അതിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ എന്താണ്, എങ്ങനെയാണ് ഇത്രയും വർഷത്തോളം ഇതിങ്ങനെ സ്റ്റാൻഡിങ് നല്ല രീതിയിൽ നല്ല ഡ്യൂറബിലിറ്റിയോടെ തന്നെ അത് നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അപ്പോഴേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഒന്ന് അറിയാനായിട്ട്. അതിൻ്റെ ഇതിലാണ് എനിക്ക് സിവിൽ ഇഷ്ടമായിരുന്നു, കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇഷ്ടമായിരുന്നു. അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്ത് അതിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലും PG എടുത്ത് പിന്നെ PhDയിൽ ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിൻ്റെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. സമയത്തിന്റെ വില മനസ്സിലാക്കി കഠിന പ്രയത്നത്തിലൂടെ ഡോക്ടറേറ്റ് നേടിയെടുക്കുമ്പോൾ യുവതലമുറയ്ക്ക് തന്നെ വലിയ മാതൃകയാണ് ചിപ്പി. കട്ടപ്പന സ്വദേശികളായ PC ജെയിംസിന്റെയും ലിസി ജെയിംസിന്റെയും മക്കളാണ്. ഭർത്താവ് അനീഷ് K. ജോസ് ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്നു. ഇനിയും നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള പ്രയത്നത്തിലാണ് ചിപ്പി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 178, വിൽപ്പനയ്ക്ക് വന്നത് 45,818, വിൽപ്പന നടന്നത് 44,291. കൂടിയ വില 2,949, ശരാശരി വില 2,295. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,250, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,325 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI നേതാവ് KK ശിവരാമനെ LDF ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കി. ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായങ്ങൾ KK ശിവരാമൻ നടത്തിയെന്നും വിലയിരുത്തൽ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനം വിളിച്ച്. രാജി കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ തിങ്കളാഴ്ച ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്ത്. ഇതോടെ കൈവശാവകാശ രേഖയുള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കാൻ ഒരുങ്ങി നഗരസഭ. കിലോയ്ക്ക് 1000-ന് മുകളിൽ നിന്ന് ഉണക്ക കൊക്കോ വില 300-ലേക്ക് കുപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ച കൊക്കോയ്ക്ക് വില 70 മുതൽ 75 രൂപ വരെയായി. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില കുത്തനെ കുപ്പുകുത്തിയത് ഏതാനും മാസങ്ങൾക്കിടയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.